നമസ്കാരം, വെൽക്കം ടു ദ സൂപ്പർ ഷോ. ഓ മൈ ഗോഡ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം നമ്മൾ ഫിലിം സ്റ്റാർസിനെ കുറിച്ചിട്ടല്ല, നമ്മൾ സംസാരിക്കാൻ പോകുന്ന സെലിബ്രിറ്റി ക്രിക്കറ്ററിനെ കുറിച്ചിട്ടാണ്. അത് ആരാണെന്ന് ചോദിക്കൂ. സച്ചിൻ തെണ്ടുൽക്കർ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കറാണ്. ഒപ്പം നമ്മുടെ ലാലിച്ചായ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം ക്രിക്കറ്റിനെ പറ്റി ഒരു ബന്ധമില്ലാത്ത അബോധാവസ്ഥയായ ഒരു നിരൂപകനാണ്. അദ്ദേഹവുമായിട്ട് നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. യഥാർത്ഥ ഫാൻ ഇപ്പോൾ റെഡിയായിട്ട് പുറത്ത് നിൽക്കുന്നു. എൻ്റെ റോള് ഒന്നും പറഞ്ഞുകൂടാത്ത ക്രിക്കറ്റ് നിരൂപകൻ എന്ന നിലയിലായതുകൊണ്ട് തന്നെ നമ്മുടെ പൊട്ടത്തരം പറഞ്ഞാൽ ക്ഷമിക്കണം. അതൊരു മുൻകരുതൽ എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോകമെമ്പാടുമുള്ള സച്ചിൻ പ്രേക്ഷകർ ആരാധകര് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ആരാധകര് എന്നെ വഴിക്കിട്ടടിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ ഒരു മുൻകൂർ ജാമ്യം ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ക്രിക്കറ്റിന്റെ വലിയൊരു ആരാധകനെയാണ് ഞാൻ ഇപ്പോൾ പറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരുമ്പോഴും ദയവ് ചെയ്ത് നിങ്ങളാരും എന്നെ വഴിക്കിട്ടടിക്കരുത്. അതെ. അപ്പോൾ ലെറ്റ്സ് സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോർഡ് ഫോർ യു. സ്പോർട്സ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിക്കറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ഫാനാണ്. അതിന് മുന്നേ നമുക്ക് ക്രിക്കറ്റ് പാനലിനെ പരിചയപ്പെടാം. ആദ്യം നമ്മുടെ ക്രിക്കറ്റ് ക്രിട്ടിക്കായ രജീഷ് ലാൽ. ക്രിക്കറ്റിനെ കുറിച്ച് വേറെ മേഖലയുണ്ട്. ആദ്യം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ക്രിക്കറ്റ് ഫാൻ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ബിഗ് ഫാനായ രാഹുൽ. വെൽക്കം ടു ദ ഷോ. ഓക്കെ. പിന്നെ ക്രിക്കറ്റിൻ്റെ വേറെ ഫാനായ ജോ. ഹലോ ആൻഡ് വെൽക്കം ടു ദ ഷോ. അപ്പോൾ രാഹുൽ, എന്താണ് ഈ ഇങ്ങനത്തെ ഒരു ചാറ്റ് ഷോയിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പം എന്നോട് ഇതിൻ്റെ ചാറ്റ് ഷോയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെയോ മറ്റാരെങ്കിലും ആയിരിക്കണം ഫാനായിരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ചായിരിക്കണം. ഒറ്റ നിർബന്ധമുള്ളൂ. അതെനിക്ക് നിർബന്ധമാണ്. ആണോ? കുറേ വർഷമായോ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഫാനായിട്ട്? സച്ചിൻ തെണ്ടുൽക്കറിനെ എനിക്ക് ഓർമ്മ വെച്ച കാലം വരെ. ആർക്ക്? സച്ചിൻ തെണ്ടുൽക്കറിനോ രാഹുൽ? സച്ചിൻ തെണ്ടുൽക്കർക്ക് ഓർമ്മ വെച്ച കാലം എൻ്റെ ശരിയാണെങ്കിൽ അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം വരെ സച്ചിൻ്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞു നടക്കുന്ന താല്പര്യമില്ല. ഇങ്ങനെന്തോ സച്ചിൻ എന്ന് പറയുമ്പോൾ ഒരു എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളിലുള്ളത് പോലെ തന്നെ എൻ്റെ ഉള്ളിലും ഒരു വികാരമാണ് അദ്ദേഹം. കണ്ടിട്ടുണ്ടോ സച്ചിൻ തെണ്ടുൽക്കറിനെ? സച്ചിൻ തെണ്ടുൽക്കറിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കാണണമെന്നുള്ളത്. അപ്പോൾ അടുത്ത ഈ ഫെബ്രുവരി 11 ഞാൻ ബോംബെ പോകുന്നുണ്ട്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ 100 സെഞ്ചുറീസ് അടിച്ച ഒരു ക്രിക്കറ്ററാണ് അല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ റിട്ടയർ ചെയ്തപ്പോൾ നല്ലതാണ് എന്ന് തന്നെ തോന്നിയിട്ടുണ്ടോ? സച്ചിൻ തെണ്ടുൽക്കർ റിട്ടയർ ചെയ്തപ്പോൾ നല്ലതാണെന്നൊരു തോന്നൽ വന്നിട്ടില്ല. കാരണം ഒരു ഫാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സച്ചിൻ ഉണ്ടെങ്കിൽ കളി കാണുന്നു, സച്ചിൻ ഇല്ലെങ്കിൽ കളി കാണുന്നില്ല. സച്ചിൻ ഇല്ലാത്ത കളികൾ സച്ചിൻ ഔട്ടാകുമ്പോൾ TV ഓഫ് ചെയ്യുന്നു. സാധാരണ അതായിരുന്നു. പക്ഷെ സച്ചിൻ റിട്ടയർ ആയെന്ന് പറഞ്ഞപ്പോൾ വിഷമായി. നമ്മുടെ ക്രിട്ടിക്കായ രജീഷ് സാറിന് എന്താ അതിനെ കുറിച്ച് പറയാല്ലേ? അല്ല, ഇദ്ദേഹം സച്ചിൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ആരാധന എല്ലാ വ്യക്തികളോടും നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ സച്ചിനേക്കാൾ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ആരും 100 സെഞ്ചുറീസ് അല്ല, അതൊക്കെ എന്നിരുന്നാൽ തന്നെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ആരാധകനാകുന്നതിന് വേണ്ടിയിട്ട് ഒരു കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ലാണ്ട് അയാളുടെ വേറെ ഏതെങ്കിലും നല്ല ഗുണങ്ങൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക്. പക്ഷെ നമ്മളൊരു ക്രിക്കറ്റ് സ്പോർട്ട് കാണുമ്പോഴത്തേക്കും അവരുടെ പേഴ്സണാലിറ്റീനെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവരുടെ ടാലന്റ് ആസ് എ പ്ലെയർ ആണ് ഫോക്കസ് ചെയ്യാറ് അല്ലേ ജോ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ആക്ച്വലി ഇതിന്റെ ഒരു ടോപ്പിക് എന്താണ്? സച്ചിനെ പറ്റിയിട്ടാണോ ധോണിയെ പറ്റിയിട്ടാണോ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ സച്ചിൻ തെണ്ടുൽക്കർ ബിക്കോസ് ഹി ഈസ് എ സച്ചിൻ ഫാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ കൂടുതലും സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് ഹി ഈസ് എ ബിഗ് ഫാൻ ഓഫ് സച്ചിൻ തെണ്ടുൽക്കർ. അപ്പോൾ നമുക്ക് ഓൺ യു നിങ്ങൾ ക്രിക്കറ്റ് നോക്കുമ്പോൾ ധോണി ഇപ്പോൾ മാറിയ സമയത്ത് അങ്ങനെയാണ് ഞങ്ങളോട് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞത്. ധോണിയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ധോണിയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ ക്യാപ്റ്റൻസി ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് നമുക്ക് അദ്ദേഹത്തിനായിട്ട് അല്ലേ ഒരു മിനിറ്റ് നമ്മളുടെ ജസ്റ്റ് ഒരു സൈലൻസ് ഓഫ് പ്രേ കൊടുക്കാം. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഈ 1 minute സൈലൻസ് പ്രേയർ സാധാരണ ക്യാപ്പ് വരുന്നൊരു പതിവുണ്ട് നമുക്ക്. അതിന് ഞാൻ ധോണിയെ പറ്റി സംസാരിക്കാം. ധോണി എന്ന് പറയുന്നത് ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ സച്ചിൻ എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ വന്നതെന്ന് പറയുന്നു. എങ്കിലും
എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർമാൻ നമുക്കില്ലായിരുന്നെങ്കിൽ താങ്കൾ ആരെയായിരിക്കും ക്യാപ്റ്റൻസി ഇന്ത്യൻ ടീമിൽ ഇനി ഏൽപ്പിക്കാൻ പോകുന്നത്? ധോണിക്ക് കഴിവില്ലെങ്കിൽ. ധോണിക്ക് കഴിവില്ല എന്ന് ഞാൻ അല്ല, പറഞ്ഞു. എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടൊക്കെ ആയ സ്ഥിതിക്ക് വിരാട് കോഹ്ലിക്ക് പകരം താങ്കൾ ആരെയായിരിക്കും ഇന്ത്യൻ ടീമിൽ ഒരു ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ കാണുന്നത്? ധോണി ഉണ്ട് ഉൾപ്പെടെ ആ ടീമിലുണ്ട്. ധോണി ഉണ്ടെങ്കിൽ ഞാൻ രോഹിത് ശർമ്മ. അവരൊക്കെ നമുക്ക് എങ്ങനെയാണ് ബ്ലൈൻഡായിട്ട് ഒരു കളി പോലും ക്യാപ്റ്റൻസി അസിസ്റ്റന്റ് ക്യാപ്റ്റനായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഡയറക്റ്റ് IPL മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിരുന്നു. IPL നമുക്കൊരു കളിയായിട്ട് എടുക്കാൻ പറ്റും. താങ്കൾ IPL-നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ISL-നെ താങ്കൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ IPL ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്ക് ഒന്നിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. അങ്ങനെ പറയരുത്. പുള്ളിക്കാരൻ ഇതുവരെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വായിച്ചിട്ടും ഇത്രയും ഒബ്സർവ് ചെയ്തിട്ടും കൃത്യമായിട്ടാണ് രാഹുലിനെ സംസാരിക്കുന്നത്. തെളിവുകൾ ശരിക്കും ഒരു ഇതുപോലൊരു ഷോയിലൊക്കെ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യക്തതയോടുകൂടി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. സാറെന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞാണ്, ഇപ്പം നമ്മുടെ ഫാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്ത് കൂട്ടിയ സെഞ്ചുറികളോ റെക്കോർഡുകളോ മാത്രമല്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം 1-2 വികലാംഗ സ്കൂളോ സ്പെഷ്യൽ സ്കൂളൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. 1-2 അല്ല കേട്ടോ, ഒരുപാട്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞതാണ്. അപ്പം അങ്ങനെയും അദ്ദേഹത്തിന് ഇപ്പൊ സച്ചിനെ നേരിട്ട് കാണാൻ കിട്ടുവാണെങ്കിൽ രാഹുൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഒന്നും ചോദിക്കാനില്ല. ഒന്നും ചോദിക്കില്ലേ? പിന്നെ നോക്കി നിൽക്കോ? നോക്കി നിൽക്കാനല്ല, അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാനാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിൽ ഫസ്റ്റ് ചോദ്യം ഏതാ? ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് വരും. അല്ല, അതാ പറഞ്ഞത്. അപ്പം നമുക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ശരി 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ കിട്ടും വിചാരിക്കേ. അല്ലെങ്കിൽ സച്ചിന്റെ സമയം കിട്ടില്ല സംസാരിക്കും. ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പോവില്ലേ? ഒരു 5 ചോദ്യം കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് അത്രയും തന്നെ കാണാൻ കിട്ടും. അങ്ങനെ പെട്ടെന്ന് ഇതിൽ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ, കാരണം അതൊരു പുള്ളിയെ ഫോക്കസ് ചെയ്യുന്ന പോലെ ആവുന്നുണ്ട്. എല്ലാവരുടെയും വിമർശനങ്ങളാണല്ലോ, നമ്മൾ ഒരാളുടെ മാത്രമല്ല എടുക്കുന്നത്, 3 പേരെ ഈക്വൽ ആയിട്ട് എടുത്തിട്ട് അത് ശരിയായ ഒരു പ്രവണതയല്ല. ഇത് പറഞ്ഞിട്ട് ശരി, ഒരു ചോദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് ടു ആസ്ക് സച്ചിൻ. പോവാനുണ്ട്, ധൃതിയുണ്ട്. ഷോണിനെ നടക്കില്ല ധൃതി. അല്ല, ഞാൻ പറഞ്ഞാണ് പറയും 3 മതി. അപ്പൊ ഇവര് ഒരെണ്ണം. ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, സച്ചിൻ എന്തുകൊണ്ടാണ് ക്രിക്കറ്റിലേക്ക് വന്നത്? ഒരു ചോദ്യങ്ങളൊന്നുമില്ല, ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം. അതിനകത്ത് മനുഷ്യൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് സച്ചിൻ എന്തിനാണ് ക്രിക്കറ്റ് വന്നൊരു ചോദ്യം. അല്ല, വേണ്ടാത്ത ചോദ്യമാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. അല്ല, സച്ചിന് സെൻസിബിൾ ആയിട്ടുള്ള. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചിന് ഇഷ്ടമുള്ള മേഖല എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. അല്ല, പിന്നെ ടെന്നീസാണ്. അതൊരു ക്രിക്കറ്ററായി മാറിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ആത്മഹത്യയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ടെന്നീസ് പ്ലെയർ ആകാനാണ് ആഗ്രഹിച്ചത്, ഒരു ഫാസ്റ്റ് ബോളർ ആകാനാണ് ആഗ്രഹിച്ചത്. പിന്നെ അദ്ദേഹം ഒരു എന്തുകൊണ്ടാണ് അദ്ദേഹം ടെന്നീസ് വിട്ട് ഇതിലേക്ക് വന്നത് എന്നും കൂടെ പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബുക്കിൽ എഴുതിയിട്ടില്ല. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. സച്ചിൻ ടെന്നീസ് വിട്ട് ക്രിക്കറ്റിലേക്ക് വന്നത് അന്നത്തെ സാഹചര്യം. ടെന്നീസിന് ഇപ്പോഴേ പ്രൊമോഷൻ കിട്ടിയത്. സാനിയ മിർസ വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു ടെന്നീസ് ടീമുണ്ട്. ലിയാൻഡർ പേസ് 96 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ മെഡൽ നേടി, നമ്മളറിഞ്ഞോ? പക്ഷെ മഹേഷ് ഭൂപതി മറ്റേ നമ്മുടെ ലിയാൻഡർ പേസ് സഖ്യത്തിനെ പറ്റി നമ്മൾ ലോകം ജനിച്ചു വീണപ്പോഴേ നമ്മൾ അറിഞ്ഞ ഒരു സഖ്യമാണത്. ഒരു റേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി തന്നത് ലിയാൻഡർ പേസ് മഹേഷ് ഭൂപതി സഖ്യമാണ്. നമ്മുടെ സ്പോർട്സ് ക്രിട്ടിക്കിന് ഇവരെല്ലാവരെയും കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം സാറിന്. അപ്പൊ സാറിന് എന്താ സച്ചിൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് പുള്ളി സച്ചിനെ പറ്റി മാത്രം അല്ലല്ല. ക്രിട്ടിക് എന്ന് പറയുമ്പോൾ വെറുതെ കിട്ടുന്ന ഡെസിഗ്നേഷൻ അല്ല, നല്ല വിവരവും എല്ലാത്തിനെയും കുറിച്ച് നോളജ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സച്ചിൻ വരുന്നതിന് മുമ്പ് തന്നെ കപിൽ ദേവ് നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വേണ്ടിയിട്ട് ഒരാളാണ്. അദ്ദേഹം ഒന്നും ഒരിക്കലും ഈ ലെവലിലേക്ക് എത്തപ്പെട്ടില്ല. അതെന്തുകൊണ്ട് ഒതുക്കപ്പെട്ടതാണോ അതോ മറ്റേതെങ്കിലും തരത്തിലെ അദ്ദേഹത്തിന് എത്താൻ കഴിയാൻ അറിയില്ല. സച്ചിന്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 50% കളി മാത്രം നമുക്ക് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു 90% ഒരു ഹൈപ്പ് സച്ചിന്റെ വഴിയാണ്. അപ്പോൾ ഒരു മക്കളിലേക്കൂടെ
അത് വരുന്നുണ്ട് സിനിമയിൽ കാണുന്ന പോലെ, രാഷ്ട്രീയം പോലെ തന്നെ അതും സച്ചിൻ വരുന്നു, തലമുറ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതിൽ ശരിക്കും പറഞ്ഞൊരു ഒതുക്ക് ഈ മേഖലയിൽ നടക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സച്ചിൻ എന്നൊരു ബാറ്റ്സ്മാൻ ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ബാറ്റ്സ്മാൻ ആണ്. പക്ഷേ എല്ലാ ജനങ്ങളും ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും ഹൈപ്പ് കൊടുക്കുന്ന ഒരു ക്രിക്കറ്ററാണ് സച്ചിൻ തെണ്ടുൽക്കർ. അങ്ങനെ അണ്ടർ റേറ്റഡ് ആയിട്ടൊരു ബാറ്റ്സ്മാൻ ആയിട്ട് കരുതാൻ പറ്റത്തില്ല സച്ചിനെ. വേൾഡിൽ അങ്ങനെ അണ്ടർ റേറ്റഡ് എന്ന പുള്ളി ഉദ്ദേശിച്ചത് ഒരു കരിയറിൽ ഉണ്ടാകുന്ന ഒരു ഗ്രാഫാണ് ഉദ്ദേശിച്ചത്. സെയിം തിങ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിനെ കുറിച്ചിട്ട് പറയാല്ലേ? സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ എവറിബഡി തിങ്സ് അത്ര ഗ്രേറ്റ് ബാറ്റ്സ്മാൻ അല്ല സച്ചിൻ. എന്നാലും നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന്. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അല്ല, പുള്ളിക്കാരന് കളിയിൽ കൂടെയാണ് ഹൈപ്പ് കിട്ടിയിരിക്കുന്നത്. പുള്ളിക്കാരനൊരു ഹൈപ്പായിട്ട് പുള്ളിയുടെ അച്ഛൻ നോ, ബിക്കോസ് ഈവൻ ഇൻ വേൾഡ് കപ്പ് ഓക്കെ സച്ചിൻ ഉണ്ടായിട്ട് പോലും മറ്റുള്ള പ്ലേയേഴ്സിന്റെ ബാറ്റിംഗ് കാരണമാണ് വേൾഡ് കപ്പും ജയിച്ചിരിക്കുന്നത്. 70-ാം വയസ്സിൽ സച്ചിൻ കളിക്കാൻ പോകുന്ന ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് നീ നിന്റെ ആയ കാലത്ത് കളിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പൊ ധോണി വേറെ ആര് കളിച്ചാൽ കൂടി തന്നെ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ചിട്ട് ആൾക്കാർ സംസാരിക്കുള്ളൂ. അത് ഓവർ ഹൈപ്പ് അല്ലേ? ഡോണ്ട് യു തിങ്ക് സോ? ഇത് ഈ അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ശിക്കാരി ശമ്പു മറ്റേ ചെക്കിട്ട് മൂലിയാവുന്ന ആ ഒരു ഇതൊന്നും മാത്രമേ ആൾക്കാരത് പറയാനുള്ളൂ. എന്തോ എങ്ങനെ ഒരു ഭാരത ജേതാവിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ശിക്കാരി ശംഭു. ഒരുപാട് അവാർഡുകൾ പുള്ളി മേടിച്ചിട്ടുണ്ട്. സ്മാരക അവാർഡ് പുള്ളി മേടിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പറഞ്ഞില്ല. രാജീവ് ഗാന്ധി ഖേൽരത്നയല്ല, ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാധാരണക്കാരൻ സിവിലിന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. അതിന്റെ ആ ജേതാവിനെ കുറിച്ച് പറയുക ശിക്കാരി സംഭവം. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം ശിക്കാരി സംഭവം. എന്ത് വിഷയമാണെന്നറിയാമോ? നിങ്ങൾ സച്ചിന്റെ ഫാനല്ല. അപ്പൊ സംസാരിക്കുന്നത് നമ്മുടെ സംസാരിക്കുന്നതൊക്കെ ഒരു ഷോയാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ മര്യാദയ്ക്ക് നിങ്ങൾ നേരത്തെ സംസാരിച്ചല്ലോ. എനിക്ക് ആ റേഞ്ച് സംസാരിക്കാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ നമ്മൾ സംസാരിച്ചാൽ മതി അല്ലേ? അതല്ല പുള്ളി പറയുന്ന ഓരോ വാക്കിനും വിമർശനമുണ്ട്. ഞാനും അദ്ദേഹത്തിനെ ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയല്ലേ, പിന്നെ അയാൾ നിങ്ങൾ ഇങ്ങനെയുള്ള നമ്മളെങ്ങനെയൊന്നും വിളിക്കരുത്. അതെ, വെറുതെ ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് ഹൈപ്പർ ആവാൻ ഏത് പറയണം. അതിന് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണ്. സിംഗേർക്കൊന്നും അറിയില്ല. ഇതല്ലേ ഞാൻ ആദ്യം ചോദിച്ചേ. ഓക്കെ, സിയാനൊരു കാര്യം ബിഫോർ സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ പറയാണ്ട്. ഹലോ, വളരെ മോശം. അതല്ലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഇത്രയും വളരെ വളരെ മോശമായ ഒരു വാക്ക് പറഞ്ഞ് എനിക്ക് ഫ്ലോറിലിരിക്കാൻ പറ്റില്ല. അല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് നമ്മുടെ മാനസികാവസ്ഥ തന്നെ ബാക്ക് വലിക്കുന്ന തരത്തിലുള്ള സംസാരം അത് പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? ഇപ്പോൾ ISL അങ്ങനത്തെ കുറേ പുതിയ സ്പോർട്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് രീതിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ക്രിക്കറ്റിനോടുള്ള സ്നേഹം കാരണമായിരിക്കാം ബിസിനസ് പീപ്പിൾ ഇതൊക്കെ എൻഡോഴ്സ് ചെയ്യണത്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഗ്രൂപ്പ്സ് വന്നതുകൊണ്ട്, ഇങ്ങനത്തെയൊക്കെ ടീംസ് വന്നതുകൊണ്ട് ക്രിക്കറ്റിന് എത്രമാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആസ് എ സ്പോർട്ട്? ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ഞാനതാ പറഞ്ഞു വന്നു നേരത്തെ. രഞ്ജി ട്രോഫി പോലുള്ള കളികളിൽ ഒതുങ്ങി ചെയ്യുന്ന കളിക്കാർ. അപ്പോൾ രഞ്ജി ട്രോഫി ഇപ്പം തന്നെ എന്നോട് ചോദിച്ചപ്പോൾ നല്ല ക്രിക്കറ്റ് ഫാനായിട്ട് ക്രിക്കറ്റ് ചോദിക്കുക, ഇപ്പോഴത്തെ കേരള രഞ്ജി ട്രോഫി ടീം ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. അതായത് ഇന്ത്യൻ ജേഴ്സിയിലേക്ക് എത്തുമ്പോഴേ കളിക്കാരെ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ, ഇന്ത്യയിലുള്ള സാധാരണക്കാർ തിരിച്ചറിയുന്നുള്ളൂ. അവർ പത്രങ്ങൾ വലിയ വലിയ തലക്കെട്ടുകളായിട്ട് വരുന്നുള്ളൂ. അപ്പം IPL പോലുള്ള പുതിയ പുതിയ ബിസിനസ് ഫോർമാറ്റുകൾ വന്നപ്പോൾ കുറേ സാധാരണ കളിക്കാർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റി, അവർ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അതാണ് പറഞ്ഞത്. കരുൺ നായർ IPL-ലാണ്, സഞ്ജു സാംസൺ, കരുൺ നായരൊക്കെ ഇത്ര ഫേമസ് ആയത് IPL വന്നുകൊണ്ടാണ്. അവർ രഞ്ജി ട്രോഫി കിടന്ന് കളിച്ചു. ഒരു കനിക്കർ എന്നൊരു കളിക്കാരനുണ്ടായിരുന്നു മധ്യപ്രദേശിൻ്റെ. അദ്ദേഹം ഒരുപാട് റൺസൊക്കെ സ്കോർ ചെയ്താൽ അദ്ദേഹം വലിയ ഫേമസ് ഒന്നുമല്ല. ഇപ്പോൾ കേരളത്തിനാണ് കളിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചിട്ടും അദ്ദേഹം ഫേമസ് ആവാത്തത് അല്ലെങ്കിൽ ഇന്ത്യൻ ജേഴ്സി അണിയാൻ പറ്റാഞ്ഞതിന് ഒരു പരിധിവരെ കാരണം
ഒരു പരിധിവരെ, കാരണം അവർ ഫേമസ് ആണ്, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. പണ്ടൊരു മുംബൈ ലോബി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡൽഹി ലോബി ഉണ്ട്, കൊൽക്കത്ത ലോബി ഉണ്ട്, ഒരുപാട് ലോബികളാണ്. അപ്പം അവരുടെ കളികളാണ്. അപ്പം അവരെ പ്രേക്ഷകൻ സാധാരണക്കാരൻ അറിയുന്നില്ല. ഇപ്പോൾ വിരാട് കോഹ്ലി പോലൊരു കളിക്കാരൻ ഇന്ത്യൻ, ഇപ്പോൾ സച്ചിൻ വന്നു, സച്ചിൻ ഇന്ത്യൻ ജേഴ്സി കഴിഞ്ഞപ്പോഴാണ് സച്ചിൻ്റെ കളിക്കാരാണ് നമ്മൾ അറിയുന്നത്. ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള അവസരം കിട്ടാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. IPL പോലുള്ള കളി വന്നപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് ചെയ്തു? സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് ചെയ്തു? ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണമെന്ന് നിങ്ങൾ അല്ല സാറ് അങ്ങോട്ട് ഓടിച്ചോ. ഞാൻ ഓടിക്കാം. സച്ചിൻ എന്ത് ചെയ്തു? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. മുംബൈ ടീമിന് ഞാൻ ഒന്നും പറയുന്നില്ല, വേറെ ഒരുപാട് വിശദീകരിച്ചു. എന്ത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന ഒറ്റ ചോദ്യം. സച്ചിൻ ഈ റിട്ടയർമെന്റ് തൊട്ട് മുമ്പ് 2012 അപ്പം 2012 സച്ചിൻ എന്ത് ലെവലിൽ നിൽക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അദ്ദേഹം ഹരിയാനയ്ക്കെതിരെ രഞ്ജി ട്രോഫിയിൽ ഒരു മാച്ച് കളിച്ചു. അതാണ് അദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടി, മുംബൈ ടീമിന് വേണ്ടി, ലോക്കൽസിന് വേണ്ടി ചെയ്ത ഒരേ ഒരു കാര്യം. വേറെ ഒന്നും പറഞ്ഞു. അതിലെല്ലാം ഉണ്ട്. സാധാരണക്കാരൻ ഒരു ക്രിക്കറ്റർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയല്ല, കാണുന്ന വായിക്കുന്ന പ്രശ്നം ചേട്ടനെ പറ്റിയല്ല, നമ്മൾ കാണുന്നവർക്ക് സച്ചിൻ ഇപ്പോൾ പറഞ്ഞു ജസ്റ്റ് ഒരു മാച്ച് മാത്രമേ ചെയ്തോളൂ പറഞ്ഞു. പക്ഷേ ആ മാച്ച് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടായെന്ന് പറഞ്ഞു കൊടുക്കണം ചേട്ടാ. മാച്ചിൽ സംഭവിച്ചത് ഞാൻ പറഞ്ഞത്, ഇത്രയും അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ബഹുമാനിക്കുന്ന ഒരു കളിക്കാരൻ ഒരു രഞ്ജി ട്രോഫി ലെവലിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചവർക്ക് എന്തുമാത്രം പ്രചോദനമായിട്ടുണ്ടാകും. ഇത് കാണാൻ എന്തുമാത്രം ആൾക്കാർ വന്നിട്ടുണ്ടാകും. അതേ പറഞ്ഞ ഭയങ്കര വലിയ വാർത്തയായി. പറഞ്ഞ ലോക്കൽ പ്ലേയേഴ്സിന് മുതൽ ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഏറ്റവും കൂടുതൽ റൺസ് ഒരു മാച്ചിൽ അടിച്ച 1005 റൺസ് ഒരു പ്രവീൺ ധൻവാഡ്, പ്രവീൺ ധൻവാഡ് തുടങ്ങിയ കളിക്കാർ ചക്കേരെ പടം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ എത്ര ഇല്ലാത്തൊരു മനുഷ്യനായപ്പോൾ എനിക്ക് പറ്റില്ല. പൃഥ്വി ഷാ, പ്രവീൺ ധൻവാഡ് തുടങ്ങിയ കളിക്കാര്, ഇവർ ഇത്രയും വലിയ കളിക്കാർ വരുന്നത് അവർ മുംബൈക്കാരായ കൊണ്ട് ഇത്ര ഫേമസ് ആയത്. വേറെ സംസ്ഥാനത്ത് കളിക്കാരുണ്ടല്ലോ, നമുക്കുണ്ട് under-16, under-19, under-22, under-23 ഒക്കെ. നമ്മളാരെങ്കിലും കളിക്കാരറിയാവോ? റോഹൻ പ്രേം എന്നൊരു കളിക്കാരുണ്ട്, ഇന്ത്യയുടെ നല്ലൊരു കളിക്കാരൻ. അപ്പോൾ അനന്ത പത്മനാഭൻ ഉണ്ടായിരുന്നു 300. റോഹൻ പ്രേം മറ്റേ അനന്ത പത്മനാഭൻ 300 പേരും വിക്കറ്റ് ഇട്ട്. അദ്ദേഹത്തിന് എത്ര പേർക്കറിയാം? കേരളത്തിലുള്ള നമുക്കറിയാം. ഇവരൊക്കെ നമുക്ക് ക്രിക്കറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞത്. ഞാനൊരു തിരുവല്ലക്കാരനാണ്, ചെങ്ങന്നൂരുകാരനാണ്, ആലപ്പുഴ ജില്ലക്കാരനാണ് കരുൺ നായർ. ആലപ്പുഴ ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ലയാണ്. നിനക്കെന്നെ മനസ്സിലായടേ? നമ്മളെല്ലാവരും ബേസിക് സ്കൂളിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഈ സ്കൂളിൽ നിന്നാണ് ഈ പറയുന്ന ആളും വന്നത്. അപ്പൊ ഇനി ഒരുപാട് സ്പോർട്സ് താരങ്ങൾ സ്കൂളുകളിൽ നിന്ന് വരാനുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള കൊച്ചു കൊച്ചു സ്കൂളുകളിലേക്ക് വേണ്ടിയിട്ട് എന്ത് അവിടെ നിന്ന് ബേസിക് തുടങ്ങണ്ടേ? അവിടേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം? അവർ സ്പോർട്സ് സ്കൂൾ അവർ എന്തുമാത്രം സാധാരണക്കാരായിട്ടുള്ള കളിക്കാർക്ക് അല്ലെങ്കിൽ പിന്നെ വളർന്നു വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ അങ്ങനെ താഴേക്കടയിലേക്ക് എപ്പോഴാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്? ഇനി എന്നാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്? അതിലേക്ക് നിങ്ങൾ വരിക. എനിക്ക് കൂടെ സംസാരിക്കുക സച്ചിനെ പറ്റി. ക്രിക്കറ്റ് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു പുള്ളി ക്രിക്കറ്റ് വിട്ടു, വേറെ എല്ലാ തരം കളിയോട് ആരാധനയുള്ള ആളാണ്, അദ്ദേഹം മറ്റേ കളി കാണാൻ പോകുന്നുണ്ട്, ഈ കളി കാണാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ താഴെ കളി നമ്മൾ കബഡി, അതുപോലെ തന്നെ അത് താഴേക്ക് വരുന്ന കളികളുണ്ടല്ലോ, എന്തുകൊണ്ട് ഒരു അംബാസഡർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സച്ചിൻ ഒരു മനുഷ്യനേ ഉള്ളൂ. സച്ചിൻ 3-4 പേരില്ല, 5 കൈയൊന്നും ഒരു മനുഷ്യനേ ഉള്ളൂ. ഫുട്ബോളിന്റെ അംബാസഡറായി, ബാഡ്മിന്റണിലേക്ക് വന്നു, കബഡിയിലേക്ക് വരട്ടെ. ചോദിച്ചു സാധാരണ സ്കൂൾ ലെവലിൽ എന്ത് ചെയ്തെന്ന്. സ്കൂൾ ലെവലിൽ അദ്ദേഹത്തിന് പോയി അവിടെ പ്രാക്ടീസ് ചെയ്യിക്കാനോ അവിടെ അതിന്റെ കോച്ചായിരിക്കാനോ പറ്റില്ല. മുംബൈയിലെ മഹാരാഷ്ട്രയിലെ സ്കൂൾ വിദ്യാലയങ്ങളിൽ ഒരു ചാപ്റ്റർ ഉണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച്. തീർച്ചയായും ഞാൻ പറഞ്ഞത് സച്ചിനെ കുറിച്ച് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അത് വളർന്നു വരുന്ന ഒരുപാട് ജനറേഷൻ അല്ലെങ്കിൽ കുഞ്ഞു ജനറേഷന് അവർക്കൊരു പ്രചോദനമാണ്. അദ്ദേഹം സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അല്ലാതെ ഗാംഗുലിയെ പോലെ രാജകോട്ട് ജനിച്ച മനുഷ്യനൊന്നും അല്ല. അപ്പൊ ഞാൻ പറയുന്നത് അതുപോലെ അദ്ദേഹം അക്കാദമി തുടങ്ങിയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഉള്ളത് പബ്ലിസിറ്റിയാണ്. നല്ലൊരു ഫാമിലി ലൈഫ് ആണല്ലോ. ഇതുപോലെ കുടുംബ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറയൂ, നിങ്ങളുടെ സിനിമയിലോ ടി വിയിലോ
ഭാര്യയും കുട്ടികളും ഒക്കെ ഒപ്പം തന്നെക്കാൾ പ്രായം കൂടി ഒരാളിനെ കഴിച്ചിട്ട് അതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അത് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഞങ്ങൾ വ്യക്തിപരമായ ഇത് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടോ അല്ല ഞങ്ങൾ പോകണം വൈൻഡപ്പ് ചെയ്യുന്നുണ്ടോ ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്, സച്ചിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പറ്റില്ല. ചേട്ടാ കേൾക്കണം, ഈ വിജയുടെയോ ഈ വിജയുടെ അജിത്തിന്റെയോ തലയുടെ ഫാൻ മാതിരിയല്ല സച്ചിന്റെ ഫാൻസ് എന്ന് പറഞ്ഞു അറിയും. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ സംശയം നമ്മുടെ വിഷയം ഇതല്ല. സച്ചിനെ അധിക്ഷേപിക്കണം. സച്ചിനെ ഇന്ന് വരെ അല്ല പിന്നെ സച്ചിന്റെ കുടുംബത്തെ കുറിച്ച് പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. ക്രിക്കറ്റ് ചോദിക്കാൻ സച്ചിൻ ക്രിക്കറ്റിന് വേണ്ടി എന്ത് ചെയ്തു ചോദിച്ചു, നല്ല ചോദ്യം, മറുപടി പറഞ്ഞു. അല്ല സച്ചിന്റെ ഭാര്യ 5 വയസ്സ് നോക്കണം സച്ചിനെ കുറിച്ച് സംസാരിക്കുന്നത് ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാനല്ല, അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞു നമുക്ക് അടുത്ത് സ്പോർട്സ് ടൈമിൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് രാഹുൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കായ രജീഷ് സാറിന് എന്താ പറയാനല്ലേ നമുക്ക് കേൾക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ ഒപ്പീനിയൻ? എനിക്കിനകത്ത് ഒരു അഭിപ്രായം പറയാനുണ്ട്. മോശമായ ചില നിലപാടുകൾ അതിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ചു. അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ചോദിച്ചത് താഴേക്കിടയിലേക്ക് വരുന്ന പല കാര്യങ്ങൾക്ക് ചോദിച്ചത് വ്യക്തമായി പുള്ളി ആൻസർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എങ്ങനെയാണോ ചോദിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? രാഹുലിന് ഇതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞത് സച്ചിൻ ചെയ്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഒരു കോച്ചാവാൻ സാധിക്കത്തില്ല. അദ്ദേഹം ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ അതിന് സാധിക്കുള്ളൂ. പ്രചോദനമാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു, അത് ഞാൻ അക്കമിട്ട് പറഞ്ഞു. അതിന് കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. കരുൺ നായർ ആരാ? അതല്ല ഞാൻ ചോദിച്ചല്ലേ. എത്ര സെഞ്ചുറി? നോ കമന്റ്സ്. ഞാൻ ആ വിഷയമല്ല, വേറെ വിഷയം. രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഇവര് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും തിരക്കുണ്ടെന്ന്. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഞാൻ ലീവ് എടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റേതായ തിരക്കുണ്ട്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. രാജീവ് ഗാന്ധി സ്മാരക അവാർഡ് ഉണ്ടല്ലോ, രാജീവ് ഗാന്ധി സ്മാരക, ഇന്ദിരാഗാന്ധി സ്മാരക അവാർഡ് ഉണ്ട്. എന്തിനാ? സമാധാനത്തിന്. രാജീവ് ഗാന്ധി സ്മാരക അവാർഡ് വെച്ച് മേടിച്ചിട്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയുക? രാജീവ് ഗാന്ധി ഖേൽ തന്നെയാണ് രാജീവ് ഗാന്ധി സ്മാരക അവാർഡ്. അത്രയും മനുഷ്യൻ നമ്മൾ തൊഴിൽ ക്ഷമിക്കണം. നമുക്ക് വിക്കിപീഡിയ എന്ന് അറിയത്തില്ല, ഒരുപാട് പേര് എനിക്കില്ല. സത്യം വളരെ തുച്ഛമായ അറിവാണ്. പക്ഷെ ഞാൻ ഇത് രാജീവ് ഗാന്ധി സ്മാരക അവാർഡ് ഞാൻ PSC പഠിച്ചു. ജോൺ എന്താ പറയാ? വളരെ രസകരമായ ഒരു ചാറ്റായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം അറിവുകൾ പകർന്നു തന്നാൽ സച്ചിനും ഒക്കെ തീർച്ചയായിട്ടും ഒരു സന്തോഷം. നമ്മുടെ ഫാനായിട്ട് വന്ന രാഹുൽ വളരെ മനോഹരമായിട്ടാണ് സംസാരിച്ചത്. ഈ സച്ചിനെ നമുക്ക് എല്ലാവർക്കും 1 മിനിറ്റ് ജസ്റ്റ് എഴുന്നേറ്റ് നിന്നിട്ട് സച്ചിൻ്റെ ഒരു വീഡിയോ നമുക്കത് പ്ലേ ചെയ്ത് നമുക്ക് സച്ചിൻ്റെമായിട്ടുള്ള ഒരു പങ്കുവെക്കൽ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. വളരെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. ഹായ് രാഹുൽ, എങ്ങനെയുണ്ടായിരുന്നു ഷോ? കുറച്ചാളെ നിന്നത് പറ്റിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴാണ് കൗമുദി TV ഓ മൈ ഗോഡ് എന്ന ഷോയിലെ ടീമിനെ ഞാൻ വിളിക്കുന്നത്. കുറേ നാളായി നിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട്. രാഹുൽ എൻ്റെ +2 ബാച്ച്മേറ്റാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറേ നാളെ നിന്നെ ഇപ്പോൾ കണ്ടിട്ട്, പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞ് നിന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ബൈ, കാണാം. സ്പോർട്സ് ടൈമിൽ ഇന്ന് രാഹുലിൻ്റെ ടൈമായിരുന്നു. രാഹുലിന് നല്ല പണി കിട്ടി. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ യഥാർത്ഥ ഫാനാണ് എന്നുള്ള കാര്യം തെളിയിച്ചു. സോ വെൽ ഡൺ. ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്കും കുറേ ഒന്നും അറിയില്ല. ഞാൻ വരുന്നത് കുറേ ആക്ട് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. സച്ചിൻ നമ്മളുടെ ലോകത്തിന്റെ തന്നെ താരമാണ് ബ്രോ. ഞങ്ങൾ പറഞ്ഞതിലൊക്കെ ക്ഷമിക്കണം. സച്ചിനെ പറ്റി ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. അതെ, കുറച്ച് അബദ്ധങ്ങളൊക്കെ ഇവിടെ വായനോണ്ട് എന്തുകൊണ്ടാണ് ഫൈനലായിട്ട് ടു ദ വ്യൂവേഴ്സിനോട് രാഹുലിന് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഷൂട്ട് ആയതുകൊണ്ടാണ് കാമായിട്ട് പോയത്, സമാധാനത്തോടെ പോയത്. എനിക്ക് തമാശ ഒന്നല്ല, ശിക്കാരി ഞാൻ സീരിയസ് ആയിട്ട് ടൈപ്പ് ചെയ്തു ഫേസ്ബുക്കിലേക്ക് ഇടാൻ വേണ്ടി. ശിക്കാരി ശംഭു എന്നും പറഞ്ഞു വിളിച്ചു, രജീഷ് ലാലെന്നും പറഞ്ഞു. സത്യം സെൽഫി എടുക്കാൻ അത്ര വൈകാരികമായി പോയി. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, രാജീവ് ഗാന്ധി സദ്ഭാവന കയലെന്ന് തമാശ പറഞ്ഞല്ല. നമ്മളൊരു ഫാൻ എന്ന് പറയുമ്പോൾ ഫിലിം സ്റ്റാറിന്റെ ഫാൻസ് അല്ല, റിയൽ ഫാൻസ് ആണ്.
അപ്പൊ ഇത് ഞാൻ സത്യം എനിക്ക് പോലും വേറെ വന്നിരുന്നെങ്കിൽ ഇവിടെ ഇടി നടന്നേനെ. അതെ, പേടിച്ചു പോയി സത്യം. അതെ. ഇത് കഴിഞ്ഞ അവസാനം ക്ലൈമാക്സ് ആണ് പറ്റിക്കാനാണ് പറ്റുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ബ്രോ. നമുക്ക് പണി തന്നത് ഒരാൾ വഴിയെ പണി തരാൻ പറ്റും. അപ്പൊ തന്ന ആളെ നമ്മൾ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പൊ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ അവനുള്ളത് കൊടുത്തേക്കൊന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടിൽ പോകുമ്പോൾ തിരിച്ച് എങ്ങനെ കൊടുക്കാനാണ് പ്ലാൻ? അതാണ് എല്ലാത്തിന്റെയും ഉത്തരം. നേരിട്ട് കാണട്ടെ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഹോട്ട് സീറ്റിൽ ആരാവുന്നുള്ളത് കാത്തിരുത്ത് കാണാം. Stay tuned until we see you next time. Good night.